മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ച കപ്പ വെച്ചും കൊണ്ടുള്ള പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചായൻ്റെ കൂടെ ചൂടോട് കൂടി കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ കുറച്ച് തൊലിയൊക്കെ മാറ്റി ഇതാ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചിരവി എടുക്കല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ചിരവി എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്, നമ്മൾ കുറേ ചിരവിയും കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാനിത് മിക്സിയിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് നമുക്ക് പത്തിരി പുട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഉണ്ടാവുമല്ലോ, അത് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലാണ് ഞാനിവിടെ അരച്ചെടുക്കേണ്ടത്. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമാകുമ്പോൾ കുറച്ചെടുത്ത് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പത്തിരിയോ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കൃഷിൻ്റെ കൂടെ ഉണ്ടാക്കിയ കപ്പേന്. ചെറുതായി കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 3-4 തവണ ഇങ്ങോട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. ഒറ്റ തവണ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, വെള്ളം കൂടി പോകുന്നില്ല. അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതേപോലെ നല്ല അരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിത്തെ പൊടിയൊക്കെ നല്ല പോന്ന് കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ആവണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പച്ച കപ്പ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ചെയ്യും, നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ വീണ്ടും മിക്സിൻ്റെ ജാറിലേക്ക് കപ്പ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിത് മാറ്റിയിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളെടുത്ത കപ്പ ഉണ്ടല്ലോ, ഫുള്ള് അരച്ചെടുക്കാം. കപ്പ അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെയിലത്തിട്ട് നമുക്ക് ഉണക്കി വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേറെയൊക്കെ ടേസ്റ്റ് നമ്മൾ പച്ച കപ്പ അരച്ചുണ്ടാക്കുമ്പോഴാണ്. കപ്പ വെച്ചും കൊണ്ട് കടലേറ്റ് അതുപോലെ പല വിധത്തിലുള്ള പലഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പപ്പടം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പപ്പടം ഉണ്ടാക്കുന്ന വീഡിയോ പിന്നീട് കാണിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ അടുത്തുണ്ടാക്കും ഞാൻ. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളിതെല്ലാം അരച്ചത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഫുള്ളായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ തരിപ്പുണ്ടല്ലോ, നമ്മൾ ജ്യൂസ് തരിപ്പിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം അടിയിൽ പോയി നിൽക്കുമല്ലോ. നമ്മൾ കപ്പക്ക് കട്ടുണ്ടാവുമല്ലോ, നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കുമ്പോൾ വെള്ളം ഊറ്റി കളയേണ്ടതാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഊറ്റി കളയും കേട്ടോ. കപ്പ അരച്ചൊഴിച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രം നമുക്ക് എടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തരിപ്പിക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ തരിപ്പിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്, ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളം അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, അടിയിലുള്ള പാത്രത്തേക്കാണ് പോവുക കേട്ടോ. അത് ഊറ്റി നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇത് വെള്ളം പോയതിൻ്റെ ശേഷം വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം പോയതിൻ്റെ ശേഷം ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച കപ്പ കേട്ടോ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാൻ കാണിക്കട്ടോ. വെള്ളത്തിലുണ്ടാവും കേട്ടോ പൊടി. അപ്പോൾ ആ വെള്ളം നമുക്ക് ഊറ്റി കളഞ്ഞങ്ങാണ്ട് അതിൻ്റെ അടിയിലുള്ള ആ പൊടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, നമ്മൾ പുറത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പൊടിയുണ്ടോ, നല്ല പൊടിയാണ് കേട്ടോ, നല്ല വെള്ള പൊടിയാണ്. അപ്പോൾ ഈ പൊടി നമ്മൾ
ആദ്യം നമ്മളെടുത്തതിലേക്ക് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. നല്ല നൈസ് പൊടിയാണല്ലോ ഇത് കണ്ടോ. അപ്പോൾ ഈ പൊടി നമ്മൾ ആദ്യം എടുത്ത പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ അരച്ചെടുത്തത് മാറ്റിയിട്ടുണ്ടല്ലോ, ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പൊടി വെച്ചും കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. പായസം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചേർത്തിങ്ങാണ്ട് എടുക്കുമ്പോഴാണ് നമ്മളെ പത്തിരി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനിതായി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടുങ്ങാണ്ടാണ് ഉണ്ടാക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പത്തിരി. കുറേ മുന്നുള്ള ആളുകൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയട്ടോ, ഇപ്പോൾ ഉള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കും വേണ്ടി അരച്ചെടുത്ത കപ്പൻ്റെ പൊടി ഫുള്ളായിട്ട് നമ്മൾ എടുക്കണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണുള്ളൂ. പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല പച്ച തേങ്ങ ചിരവിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോവണ്ട കേട്ടോ, കപ്പയിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഞാനൊരു 3/4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ചായി കണ്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആവുമല്ലോ, അപ്പോൾ അരിപ്പൊടിൻ്റെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ നമുക്ക്. നമ്മൾ കപ്പ വെച്ചുണ്ടാക്കുമ്പോൾ കൂടുതൽ പൊടി ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് കപ്പൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല കൂടുതൽ അരിപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പൂൺ വെച്ചും കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ചൊരു ലൂസ് ഉണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂൺ വെച്ചും കൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും എത്തും. നമ്മൾ പച്ച അരച്ച കപ്പയാണല്ലോ, അപ്പോൾ അതിൽ പൊടിയും തേങ്ങയും ഉപ്പിട്ടും കണ്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പരത്തി ചുട്ടെടുക്കാനുള്ള ഒരു പണിയും കൂടിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരച്ചെടുത്താൽ പെട്ടെന്നുണ്ട് നമുക്ക് ചുട്ടെടുക്കാൻ. നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വൈകിട്ടൊക്കെ കപ്പ ഇതുപോലെ അരച്ച് വെച്ചാൽ മതി. നമുക്ക് പിന്നെ ചൂടാനുള്ള പണിയെല്ലാം ഉണ്ടാവുള്ളൂ. ഒരു ഇലയൊക്കെ കൊടുന്ന് വെച്ചാൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പം ഈ പത്തിരി ഇഷ്ടപ്പെടാത്ത പോലെ ആരും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും ഈ കപ്പ പത്തിരി ഇഷ്ടമാണ് കാരം. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ട കയ്യിലൊന്നും ഒട്ടി പിടിക്കണില്ല കേട്ടോ. ഇനി കയ്യിൽ ഒട്ടുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ എണ്ണ എന്തെങ്കിലും കയ്യിലാക്കിയാൽ മതി കേട്ടോ. കയ്യിലൊന്നും ഒട്ടൂല കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്കിനി ഇത് പരത്തി കൊടുക്കും. അപ്പോൾ ചെറുതല്ല കേട്ടോ, ഇതുപോലത്തെ ഓരോ ഉരുളകളാക്കി നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം. ഇല കൂടുതലൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 ഇല എടുത്താൽ മതി. കപ്പപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോ ഉരുളകളാക്കി ഇങ്ങോട്ട് പരത്തി കൊടുക്കുകയാണ്. കനം കുറച്ച് പരത്തി കൊടുക്കുമ്പോഴാണ് നമ്മളെ പത്തിരി നല്ല ടേസ്റ്റുള്ളൂ. കനത്തിൽ പരത്തി എടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഈ ഇലയിൽ ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് തൊട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും തൊട്ടെടുക്കണില്ല കേട്ടോ. പെട്ടെന്ന് പരന്ന് കിട്ടും ചെയ്യും കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കനം കുറച്ച് പരത്തി കൊടുക്കുക. ഇത് പരത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം കേട്ടോ. നമ്മൾ പച്ച കപ്പ അരച്ച് പത്തിരി ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം. അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് അടച്ചു കൊടുക്കണില്ല കേട്ടോ, ഒരു ഇല മതി കേട്ടോ. ആ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചട്ടിയിലൊന്നും പൊടിക്കൂല കേട്ടോ. ഇത് കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഈ ചട്ടകം കൊണ്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇല അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇല പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇല ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ,
ഗ്യാസിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്കിതിൽ നെയ്യ് പുരട്ടി കൊടുക്കണമെങ്കിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇലയൊന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ, പെട്ടെന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തതുകൊണ്ട്. ഈ രണ്ട് ഭാഗത്തും നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ ഓയിലോ, കുറച്ച് ഓയിലും നെയ്യും കൂടി പുരട്ടി കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ പുരട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ബ്രഷ്മാക്കിങ്ങാണ്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സിമ്മിലാക്കിങ്ങാണ്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മളിത് മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ റെഡിയായി കിട്ടൂല. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ തന്നെ തടവി കൊടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി ഇത് അടുത്തതും ചുട്ടെടുക്കണം. ഇലയിലും കുറച്ച് നെയ്യ് ഇതാ തടവി കൊടുക്കണുണ്ട്, പെട്ടെന്ന് വിട്ട് കിട്ടും. ആദ്യം നമ്മൾ ചുട്ടെടുത്തത് ഇലയിൽ നെയ്യ് തടവിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മളങ്ങനെ നെയ്യ് ഇതാക്കിയിട്ടില്ലെങ്കിലും പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും ഇങ്ങൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതും ചുട്ടെടുക്കാം. അടുത്തതും ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മളത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടടച്ചട്ടി അങ്ങനത്തേലൊന്നും പെട്ടെന്ന് വിട്ട് കിട്ടൂല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ദോശക്കല്ലില്ലേ, അതിൽ എണ്ണ പുരട്ടിങ്ങാണ്ട് ചുട്ടെടുക്കുക കേട്ടോ, പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ചട്ടകം കൊണ്ട് ഇതുപോലെ ഇല ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇല പെട്ടെന്ന് തന്നെ വിട്ട് പോരും. ഓട്ടടച്ചട്ടിയിൽ കിട്ടൂലാറിൻ്റെ മൺചട്ടിയാണല്ലോ, അപ്പോൾ അതിൽ ഒട്ടി പിടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കുക. ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. രണ്ട് ഭാഗം ഒന്ന് പുരട്ടിയതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. തീ സിമ്മിലാക്കി ഇങ്ങോട്ട് സാവധാനം വേവിച്ചെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഒന്നിച്ച് ഫ്ലെയിം കൂട്ടിങ്ങാണ്ട് കത്തിക്കുമ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും, അത്ര ടേസ്റ്റ് കിട്ടില്ല. ചെറിയ തീയിലാക്കിങ്ങാണ്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നല്ല നമുക്കിതുപോലെ ചുട്ടെടുക്കാം. കപ്പ വെച്ചുള്ള പത്തിരി ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കപ്പ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻ്റ് അറിയിക്കണം, നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം ഒന്ന് റെഡി ആവാനുണ്ട്. ചട്ടകം കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. തീ സിമ്മിലാണ് കേട്ടോ. എല്ലാവർക്കും ഈ സമയത്ത് നോമ്പിൻ്റെ ഒരുക്കങ്ങളാവും. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെതും ഫുള്ളായി കഴിഞ്ഞിട്ടൊന്നുമില്ല. നോമ്പിന് നമുക്ക് ഇതുപോലെ നോമ്പ് തുറക്കണ നേരത്തെ കപ്പ വെച്ചും കൊണ്ട് പത്തിരി ഉണ്ടാക്കാമല്ലോ. ഇന്ന് നമ്മൾ പത്തിരി, അതുപോലെ പുട്ട്, ബിരിയാണി, നെയ്ച്ചോറ്, കപ്പ ബിരിയാണിയൊക്കെ അല്ല ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിങ്ങാണ്ട് കപ്പ പത്തിരി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മാറി മാറി നമുക്ക് ഓരോ ദിവസങ്ങളിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പത്തിരി 2 ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിത് പൊറോട്ടൻ്റെ മാതിരിയാണ് കേട്ടോ. പൊറോട്ട നമ്മൾ ഇങ്ങനെ ഇതായ നല്ലൊരു കുഴവാണല്ലോ, അതുപോലെ തന്നെ അതിന് കപ്പ പത്തിരി ഇട്ടത് കണ്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എത്ര ഒടിച്ചാലും ഒടിഞ്ഞൊന്നും പോകില്ല, ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. കപ്പ പുഴുങ്ങിയത് കഴിക്കാത്ത മക്കൾ പോലും കഴിച്ചു പോകും. പിന്നെ ഇതിലേക്ക് കറീൻ്റെ ആവശ്യമില്ല, കറി ഇല്ലാത്ത തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പപ്പത്തിരിയെല്ലാം ഞാനിതാ ചുട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകുതി മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ, റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ കപ്പപ്പത്തിരി ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്
മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.